പ്രാർത്ഥനയുടെ ശക്തി. ദൈവവചനം നിരന്തരമായി പ്രാർത്ഥിക്കൂ. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ദൈവം പറയുന്നത്, നിന്നെ എപ്പോഴും എനിക്ക് ആവശ്യമാണ്, എന്നെ ചേർത്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥന ദൈവവുമായി ബന്ധപ്പെട്ടുള്ള അകമഴിഞ്ഞ സംഭാഷണം. പ്രാർത്ഥന നമ്മളും ദൈവവും തമ്മിലുള്ള ആത്മീയ ബന്ധമാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവവുമായി നമുക്ക് പതിവായി സംസാരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സുഹൃത്തിനോട് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് ദിവസവും പലതവണ നമ്മൾ ഹൃദയത്തിൽ നിന്നും സംസാരിക്കാം. പ്രാർത്ഥന മനസ്സിന് സമാധാനം നൽകുന്നു. പ്രയാസങ്ങൾ, പേടി, ആശങ്ക, ഭയം ഇവയെല്ലാം നമ്മെ ബുദ്ധിമുട്ടിക്കും. എന്നാൽ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിലേക്ക് ദിവ്യമായ സമാധാനം പകർന്നു തരുന്നു. ചിന്തകൾക്ക് പകരം എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയിലും അപേക്ഷയിലുമായി ദൈവത്തോട് അറിയിക്കുവിൻ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയവും ചിന്തകളും കാക്കും. പ്രാർത്ഥന വഴി ദൈവം നമ്മെ നയിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും നാം എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് അറിയാതെ പോവാറുണ്ട്. പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവൻ നമ്മുടെ വഴികൾക്ക് ദീപമായി നയിക്കും. നിന്റെ വഴികളിൽ അവനെ അറിയിക്കുക, അവൻ നിന്റെ പാതകൾ നേരെയാക്കും. പ്രാർത്ഥന ആത്മീയ ശക്തി നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളായ പാപം, പരീക്ഷണങ്ങൾ, ദുഃഖങ്ങൾ എന്നെല്ലാം നേരിടാൻ ദൈവത്തിൽ നിന്നുള്ള ശക്തിയാണ് നമുക്ക് ആവശ്യം. പ്രാർത്ഥനയാണ് ആ ശക്തിയുടെ പ്രധാന മാർഗം. പ്രാർത്ഥന ശക്തി ഉള്ളതാകിയാൽ അത് പ്രവർത്തിക്കുമ്പോൾ വലിയ ഫലങ്ങൾ ഉണ്ടാകും. എങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കാം? നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് ഒരിക്കലും ബന്ധം വിച്ഛേദിക്കാതിരിക്കുക എന്നതാണ്. ദിവസം മുഴുവൻ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ. നന്ദി ദൈവമേ, എന്നെ നയിക്കണമേ, ക്ഷമിക്കണമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രാർത്ഥന ഒരു ശീലമല്ല, അത് ജീവിതമാണ്. ദൈവവുമായുള്ള ആ ബന്ധം നിങ്ങൾക്ക് സന്തോഷം, സംരക്ഷണം, സമാധാനം, ശക്തി, ദിശ എല്ലാം നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.